BS നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പോകാറുള്ളത് കർണാടക സ്റ്റേറ്റ് അതുപോലെ തമിഴ്നാട് സ്റ്റേറ്റിലാണ്. നമ്മൾ അതർ സ്റ്റേറ്റിൽ നമ്മൾ ഈ കോഴ്സ് പോയി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിന് എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഈ അഫിലിയേഷൻ എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് KNC വരുന്നുണ്ട്, കർണാടക നഴ്സിംഗ് കൗൺസിൽ, അതുപോലെ INC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. INC ഇല്ലാത്ത ഒരു കോളേജിൽ നമ്മൾ പോയി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഭാവിയിലേക്ക് നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ലോണൊക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയാസപ്പെട്ട് പോകുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരാദ്യം നമ്മൾ ചോദിക്കുന്നത് INCയുടെ പേപ്പറാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ INC എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഈ ലിസ്റ്റിനകത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പല ഏജൻസികളും INC ഉള്ള കോളേജാണെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷൻ ഉറപ്പുവരുത്താവൂ. അതുപോലെ തമിഴ്നാട് സ്റ്റേറ്റിലാണെങ്കിൽ TNC ആണ് KNC പ്രകാരം വരിക. TNC അതുപോലെ INC ഏത് സ്റ്റേറ്റിൽ പഠിക്കണമെങ്കിൽ INC നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. തമിഴ്നാടാണെങ്കിൽ നമുക്ക് അതിന് വരുന്ന TNC ആണ്. അപ്പോൾ ഈ അഫിലിയേഷൻ ഉള്ള കോളേജാണോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഭാവിയിലേക്ക് നമുക്ക് അബ്രോഡ് പോകാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ അഫിലിയേഷൻ ഉള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ പല കുട്ടികളും പറയാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. നമുക്ക് കേരളത്തിലെ പോലെ നമുക്ക് ഫുഡ് കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം നോർമലി നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഫുഡ് ആണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. അവിടെ പഠിക്കുന്ന കുട്ടികളായിട്ടോ എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് അറിഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലതാണ്. പല കുട്ടികളും കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് കോളേജിൽ പോയി കാണാറുള്ളത്. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുക അവർ ചൂസ് ചെയ്ത കോളേജ് ഇത്തരത്തിലുള്ളതാണെന്ന്. പല ആളുകളും പല രീതികളിലും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചീറ്റിംഗ് നടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് വൺസ് നമ്മൾ കോളേജിൽ നിന്ന് പോയി കൺഫേം ആക്കിയതിന് ശേഷം കോളേജും പരിസരവും അതുപോലെ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോയി അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മൾ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഫീസൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മൾ വിചാരിച്ച് ഇരിക്കുന്നത് പോലെ ഒന്നല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കോളേജ് കാണാൻ നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജ് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പ് വരുത്തുമായിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്ക് ഒന്നുകൂടി നല്ലത്. കാരണം നമ്മൾ 4 വർഷം പഠിക്കേണ്ട കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുഹാസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരിക. അതുപോലെ പോപ്പുലറായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കർണാടക സ്റ്റേറ്റിൽ നമുക്ക് വരുന്ന രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. അത്യാവശ്യം നല്ല വാല്യൂഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. തമിഴ്നാടാണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയാണ് വരിക. ഇതിനെല്ലാം പുറമെ നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വരാറുണ്ട് നമ്മുടെ തമിഴ്നാടായാലും അതുപോലെ കർണാടക സ്റ്റേറ്റിലായാലും. നോർമലി ആളുകളുടെ വിചാരം ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിനേക്കാൾ വാല്യൂ കുറവാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഡീംഡ് ടു ബി ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു കോളേജിന് അതിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഡീംഡ് ടു ബി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡീംഡ് ആണെങ്കിൽ പോലും നല്ല വാല്യൂ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഏത് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിശദമായിട്ട് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, BS നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. എപ്പോഴും ഓരോ കോളേജിനും ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് ഫീസ് വരുന്നത്. ഇപ്പോൾ നോർമലി ഒരു 5 lakh മുതൽ നമുക്ക് ഫീസ് സ്ട്രക്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 lakh മുതൽ 50 lakh വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീൻസ് അതിൻ്റെ ഇത് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ഹോസ്പിറ്റൽ അതുപോലെ ഫെസിലിറ്റീസ്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ഫീസ് ആയിരിക്കില്ല ഹോസ്പിറ്റൽ ഇല്ലാത്തൊരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വരുന്നത്. അതെപ്പോഴും നിങ്ങൾ എടുക്കുന്ന കോളേജിൻ്റെ ക്വാളിറ്റി അതുപോലെ ഫെസിലിറ്റീസ് അതുപോലെ ഹോസ്പിറ്റൽ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ഒരു കോളേജിൻ്റെ ഫീസ് വരുന്നത്. ഈ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, കേരളത്തിന് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ കോളേജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.